ഓം ശാന്തി. പലപ്പോഴും എൻ്റെ ലൈഫിൽ ഇനി എങ്ങോട്ട് പോകണം എന്ന് എനിക്ക് യാതൊരു രീതിയിലൊരു ഐഡിയ കിട്ടുന്നില്ല. എല്ലാം ശ്രമിച്ചിട്ടും എവിടെ എത്താത്തൊരവസ്ഥയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. കമൻറ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചോദിക്കുന്നത്, ഈ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും റിസൾട്ട് എത്തുന്നില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കുന്ന പല ചോദ്യങ്ങളും നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, അഥവാ കമൻറ്റ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇനി എങ്ങോട്ട് മൂവ് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത നിൽക്കുന്ന ഒരവസ്ഥയുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഈശ്വരൻ, പ്രപഞ്ചം രണ്ടും. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു കമൻ്റ് ഇട്ട് ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ഓർമ്മിക്കും, ഞാൻ അമ്പലത്തിൽ പോയിട്ട് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കണോ ഈശ്വരനോട് പ്രാർത്ഥിക്കണോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, രണ്ടും ഒന്ന് തന്നെയാണോ എന്നൊക്കെ ഒരു ചോദ്യം. ഞാൻ അതിനുള്ള ഉത്തരം കൂടി ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈശ്വരൻ രചയിതാവും പ്രപഞ്ചം രചനയുമാണ്. രണ്ടും ഒരിക്കലും ഒന്നല്ല, രണ്ട് തന്നെയാണ്. രചയിതാവ് രചയിതാവാണ്, രചന രചനയാണ്. പക്ഷേ ഈ രചന ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പാർട്ട്, ഒരു പൊടി മാത്രം എന്ന് പറയാം നമുക്ക്, ഈ ശരീരവും ഇതിൻ്റെ ഉള്ളതായിരിക്കുന്ന ഒരു അതിസൂക്ഷ്മമായിരിക്കുന്ന ശക്തിയായ ഞാൻ എന്ന് പറയുന്ന